ഏറെക്കുറെ ഞാൻ എന്തൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സെലിബ്രിറ്റി ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ആണ്. അപ്പൊ ആർതാന്നല്ലേ, ഇപ്പൊ കുറച്ച് സിനിമകൾ എടുത്ത എല്ലാവരുടെയും ഫേവറേറ്റ് ഹീറോയിൻ ആയിട്ടുള്ള മമത ബൈജുവിന്റെ ഒരു ചെറിയ സിമ്പിൾ ലുക്ക് റിക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പൊ എന്താ പറയാ, എല്ലാവർക്കും ഈ അടുത്തായിട്ട് എല്ലാവർക്കും മമത ബൈജുവിന്റെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും സിമ്പിൾ സിമ്പിൾ ലുക്ക് ആണെങ്കിലും ഭയങ്കര ക്യൂട്ട് ആയിട്ടാണ് തോന്നുന്നത്. അത് എല്ലാവരും ട്രൈ ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പൊ എനിക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്താൽ നോക്കി. ആ ഹെയർ സ്റ്റൈൽ എനിക്ക് ഞാനതുപോലെ ജസ്റ്റ് ഒന്നും വെട്ടിയിട്ടില്ല എങ്കിലും ജസ്റ്റ് അതുപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ചെയ്ത് അതുപോലെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് കരുതി. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ലുക്കാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. എന്റെ കയ്യിലുള്ളൊരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ച് എനിക്ക് ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയൊരു സിമ്പിൾ ലുക്കാണ് ഇത്. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വിചാരിക്കും ജസ്റ്റ് കൺസീലർ ഇടാം, ഐലൈനർ ഇടാം, അങ്ങനെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ ലുക്കാണ്. അപ്പം ഞാനും അങ്ങനെ തന്നെ ചെയ്യാന്ന് വിചാരിക്കുന്നു. വലുതായിട്ട് മേക്കപ്പ് ഒന്നും വേണ്ട. അപ്പം ഞാൻ തുടക്കം ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു കൺസീലർ എടുക്കുകയാണ് ഇതിൻ്റെ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കൺസീൽ ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ഡാർക്ക് സ്പോട്ടും അതുപോലെ തന്നെ അണ്ടർ ഐയും ജസ്റ്റ് ഒന്ന് ആ ഒരു ഡാർക്ക് സർക്കിൾസ് ഒന്ന് ജസ്റ്റ് ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ഐലൈനർ യൂസ് ചെയ്ത് ജസ്റ്റ് ഐലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മമത ബൈജുവിൻ്റെ എല്ലാ ലുക്കും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. നല്ല വൃത്തിക്ക് വാലിട്ടിട്ട് ഐലൈനർ ചെയ്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ ശ്രദ്ധിക്കണം, ഭയങ്കര നല്ല ഭംഗിയുള്ള കണ്ണാണ്, നല്ല വൃത്തി ഇങ്ങനെ കണ്ണ് എഴുതിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഒരു ഐലൈനർ ഞാനിവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലങ്ങനെ ബ്ലഷ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എങ്കിലും ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇട്ടു. ഒരു ലൈറ്റ് പിങ്ക്, ന്യൂഡ് പിങ്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ന്യൂഡ് പിങ്ക് ചെറുതായിട്ടാട്ടോ, ചെറുതായിട്ടാണ്. അത്രയും മിനിമൽ ലുക്കാണ് അതിലുള്ളത്. നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് മിനിമൽ. ഇനി എന്താ, ഫൈനലി നമുക്കൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഒരു ന്യൂഡ്, ഞാനത് ഒരു ന്യൂഡ് പിങ്കാണ് സെലക്ട് ചെയ്തത്. കാരണം അതിൽ ലിപ്സ്റ്റിക് ഇട്ടായിരുന്നു ഫീൽ ചെയ്യുന്നില്ല. ഞാനൊരു സാധനം എടുക്കാൻ ഇങ്ങനെ പൊങ്ങി തലവയ്ക്കാം കേട്ടോ. ഒരു ന്യൂഡായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നൈക്കയുടെ ലിപ്സ്റ്റിക് ആട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ മേക്കപ്പ് ഏകദേശം എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് മിനിമലായിട്ടൊരു മേക്കപ്പാണ് അത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി ഹെയർ ആണ്. ഹെയർ അതിൽ കാണുന്നത് എനിക്കൊന്ന് ജസ്റ്റ് ബേക്കോട്ടോ ഒരു പിന്നിയിട്ടതാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഫ്രഞ്ച് ബ്രൈഡ് പോലത്തെ പിന്നീടാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഹെയർ കൂടെ സെറ്റ് ചെയ്യാം, എന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ബ്രൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പിന്നിട്ടെടുത്തു, അത്ര തന്നെയുള്ളൂ. അത് ഫ്രണ്ടിലേക്ക് അങ്ങനെ കാണുന്നില്ലല്ലോ. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ബ്രൈഡ് എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണിക്കാൻ പറ്റില്ല ഞാൻ, കാരണം വേഗം ഓടിപ്പോയി കണ്ണാടി പോയി പോയി കാണുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ ഇട്ട് അവിടെ കാട്ടിത്തരാൻ കേട്ടോ. അപ്പോൾ അത് ബ്രൈഡിന് അറിയില്ല എങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഡ്രസ്സ് അതിൽ മമത ബൈജു ബ്ലാക്ക് ആൻഡ് റെഡ് കളറിലുള്ള കോമ്പിനേഷനിലുള്ള ഒരു ചെക്ക് കളർ ഷർട്ടായിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഏകദേശം അതുപോലെയൊക്കെയുള്ള പക്ഷേ മെറൂൺ ആണ് കളറ് ഉള്ളൊരു ഷർട്ട് ഉണ്ട്. അത് പിന്നെ ഉള്ളിൽ ഒരു ഇന്നർ ഇട്ടിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഇന്നറാണ് മമത വെച്ചിട്ട് ഞാൻ അതുപോലെ തന്നെ ഒരു ഹൈനെക്ക് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നൊരു ഇന്നറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ അതുപോലെയുള്ള ഒരു ഇന്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് വരാം കേട്ടോ. ഇതാണ് ഇന്നർ, എൻ്റെ കയ്യിൽ ഇതാണ്. എനിക്ക് ഏകദേശം അതുപോലെ തന്നെ നെക്കൊക്കെ തോന്നിയുണ്ട് അതിൻ്റെ അടുത്തത്. ഈ ഇന്നർ ഞാൻ മീഷോന്നാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നത് 170 200 ആ ഒരു റേഞ്ചിലുള്ള സിമ്പിളാണ്. എൻ്റെ കയ്യിൽ കുറേ ഒന്നും പറ്റില്ല, സൂപ്പർ ഇന്നറാണ് കേട്ടോ. പിന്നെ ഈ ഷർട്ട് ഇതന്നെ രീതിയിലാണ്. പക്ഷെ ആ ഒരു പിക്കിൽ ഇതിങ്ങനെ കുറച്ച് പുറകോട്ടൊക്കെ ആക്കിയിട്ട് ഒരു ഗുണ്ട ലുക്കാണ്. ഗുണ്ട എന്താ പറയുക, ഒരു കൂൾ ലുക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹെയർ ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ ഞാനങ്ങനെ തന്നെ അതുപോലെ വെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഹെയർ വലുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് അതുപോലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കട്ടെ.
ഏറെക്കുറെ ഞാൻ എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഏകദേശം ഇവിടെ വെച്ചിട്ട് തന്നെ ഹെയർ എനിക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ വളർത്തി കൊണ്ടുവന്നതാണ്. എനിക്കത് പിന്നെയും കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഷർട്ടൊക്കെ അതുപോലെ ആക്കി ഹെയറൊക്കെ ഏകദേശമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. സൈഡിൽ 2 ബാങ്ക്സൊക്കെ അതുപോലെ തന്നെ സെറ്റാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായിട്ടും പറയണം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഇൻസ്പയർ ലുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ഇടുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ മമത ബൈജുവിൻ്റെ 2 ലുക്ക് കൂടെ ഞാൻ ഓൾറെഡി ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് എൻ്റെ കയ്യിൽ 2-3 ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ തോന്നുമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ടാറ്റ, ബൈ ബൈ, സീ യു.